ഹിമ. എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇപ്പം ഭഗവാന്റെ കൃപ കൊണ്ട് നിറവേറ്റാൻ പോണത്. യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ വടാട്ടുപാറയിൽ ഇങ്ങനെ ഒരു കലാക്ഷേത്രം തുടങ്ങാൻ പോണു എന്ന് എനിക്കറിയാൻ സാധിച്ചത്. റൂബി ടീച്ചറിനെ പരിചയപ്പെടാനും കോൾ ചെയ്യാനുള്ളൊരു സാഹചര്യം വന്നു. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്ക് വേണ്ടിയിട്ടാണ്, മോൾക്ക് വേണ്ടിയിട്ടാണോ മോന് വേണ്ടിയിട്ടാണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഞാനൊരു വലിയ അമ്മയാണ്, എൻ്റെ മകൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറിൻ്റെ വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്സിലാണ് ഞാൻ ഈ രംഗത്തേക്ക് വരാനും ഈ ഒരു അവസരം വരെ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചത്. അതിൽ ഞാൻ പൊയ്ക മഹാദേവനോടും എൻ്റെ ഗുരു കാരണവന്മാരോടും എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മകൻ, സർവോപരി എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഞാൻ വലിയ രീതിയിലൊന്നും അഭ്യസിച്ചിട്ടൊന്നുമില്ല, വളരെ ചുരുങ്ങിയതാണ്. എല്ലാം ഞാൻ എൻ്റെ ഗുരുനാഥ റൂബി ടീച്ചർക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ആശ. ഞാൻ ഹിമ ചേച്ചി പറഞ്ഞ പോലെ തന്നെ വളരെ ചെറുപ്പത്തിലേ തൊട്ടുള്ള ഒരാഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് റൂബി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇതിൻ്റെ ഡാൻസ് ക്ലാസ് ആരംഭിച്ചത്. വന്ന് ക്ലാസ്സിൽ ചേർത്തപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചല്ല, ടീച്ചർ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം ആണ് തരുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ സ്റ്റേജിലേക്ക് കയറുകയാണ്. വന്നിട്ട് അധികം നാളൊന്നും ആയില്ല, 2-3 മാസം ആയുള്ളൂ ഞങ്ങളുടെ ക്ലാസ് തുടങ്ങിയിട്ട്. എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. എൻ്റെ പേര് രമ്യ. എൻ്റെ നാട് താളങ്ങണ്ടത്താണ്. അപ്പം ഞാൻ ഈ വടാട്ടുപാറ താമസിക്കാൻ വന്ന സമയത്ത് എന്നെ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കണ്ടായി. ഇങ്ങനെ ചിലമ്പിൻ്റെ ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ട്, ഡാൻസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പിള്ളേരും കൂട്ടി വരാനാണ് പറഞ്ഞത്. എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ പ്രായപരിധി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ടീച്ചറിനെ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു പ്രായപരിധി ഒന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ടീച്ചറിനെ ആദ്യമായിട്ട് വടാട്ടുപാറ വെച്ച് കാണുന്നത്. 2 പിള്ളേരെയും കൂട്ടിയാണ് ഞാൻ ക്ലാസ്സിന് വരുന്നത്. മനസ്സിനൊരിതില്ലായിരുന്നു, പക്ഷേ ടീച്ചറിൻ്റെ ഒരു കഴിവുകൊണ്ട് നല്ല ഇതായിട്ട് പോകുന്നുണ്ട് ക്ലാസ്സിൽ. അതിന് ടീച്ചറിനും പിന്നെ എന്നെ സഹായിക്കണം എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ പിള്ളേർക്കും പിന്നെ എല്ലാവർക്കും ഞാൻ ഈ ഇതിൽ നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ പേര് അർച്ചന. ഞാൻ ഡാൻസ് പഠിക്കാൻ ഫസ്റ്റ് ഡാൻസ് കളിക്കുമ്പോൾ ശരിയാവുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഡാൻസ് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഡാൻസ് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചാണ്. ടീച്ചർ പറഞ്ഞു അതിനൊന്നും ഒരു കുഴപ്പമില്ല, കളിക്കൊരു പ്രായമില്ല, അങ്ങനെയാണ്, അതുകൊണ്ട് ഡാൻസ് പഠിക്കാൻ പോരെയെന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി. ഈ ഇത്രയും പ്രായത്തിലും അവർക്ക് ആ സമയം കണ്ടെത്തി വരുന്നു. 3 മാസമായി ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. പൊയ്കലപ്പൻ്റെ അനുഗ്രഹവും എല്ലാവരുടെയും അനുഗ്രഹവും വേണം. ഞങ്ങൾ സ്റ്റേജിലോട്ട് കയറാൻ പോവുകയാണ്. എൻ്റെ പേര് സുമി. ഞാൻ ഒരു ടീച്ചറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഡാൻസ് ക്ലാസ്സിന് വരുന്നത്. ഞാൻ ആദ്യം എൻ്റെ കുട്ടിയാണ് അത് ചേർത്തത്. അപ്പോൾ ആദ്യത്തെ ഒരു ക്ലാസ് കണ്ടപ്പോൾ തന്നെ തോന്നി നമുക്കും പഠിക്കാം എന്ന്. എനിക്ക് ഡാൻസിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ 3 മാസം കൊണ്ട് ഒരു കുറച്ചൊക്കെ ഞാൻ ആയി. കാരണം ഒന്നും അറിയില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ വന്നത്. ടീച്ചർ അതിനനുസരിച്ച് ധൈര്യവും ആത്മവിശ്വാസം തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും തന്നെ ഇതിലോട്ട് കടന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഏറ്റവും കൂടുതലും എനിക്ക് സന്തോഷമായ ഒരു കാര്യം ഈ കുഞ്ഞു കുട്ടിയെയും കൊണ്ട് എൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു വിദ്യാലയം ഇടുക എന്ന് ആലോചനയിൽ വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇടമല അമ്പലത്തിൽ നിന്നൊരു നാലമ്പല ദർശനത്തിന് പോവുകയുണ്ടായി. ആ പോകുന്ന യാത്രയിലാണ് ഒരു വിദ്യാലയം ഇട്ടൂടെ എന്ന് ഈ വടാട്ടുപാറയിലുള്ള നല്ലവരായിട്ടുള്ള കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു പ്രകാരമാണ് ഒരു വിദ്യാലയം ഇടാമെന്ന് ആലോചനയിൽ വരുന്നതും. അമ്മയും കുഞ്ഞും ഒക്കെ എനിക്ക് വളരെ സന്തോഷമായ ഒരു കാര്യമാണ്. കല പഠിക്കുന്നതിന് ഒരു പ്രായം ഒരു തടസ്സമല്ല. അപ്പോൾ
താല്പര്യമുള്ളവർക്ക് ഇനിയും മടിച്ചിരിക്കാൻ നമ്മുടെ വിദ്യാലയത്തിൽ വരാം. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന അമ്മമാരാണ്. പല ജോലികളിൽ അവരുടെ ജോലി സമയം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളോട് ഡാൻസ് പഠിക്കാനുള്ള ഒരു സമയം കണ്ടെത്തുന്നത്. അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സമയമാണ് ഞാനും ഇവിടെ ക്ലാസ് വയ്ക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഞാൻ വളരെ സന്തോഷവതിയായ ഒരു അധ്യാപികയാണ്. നമ്മുടെ ഈ ഒരു വിദ്യാലയത്തിന് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് ഈ അരികെ സിറ്റി SNDP ഹാളിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഈ അവസരത്തിൽ നന്ദി പറയാണ്. അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ഈ ഒരു വേദിയിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും അനുഗ്രഹവും ഇവരോടൊപ്പം വേണം. താങ്ക് യു.